പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ S5 മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റായിട്ടുള്ള NDT നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അതിൻ്റെ ആറാമത്തെ മൊഡ്യൂളിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലെക്ചറായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ NDT എന്ന് പറയുന്നത് പൊതുവേ എളുപ്പ സ്വഭാവമുള്ള ഒരു സബ്ജക്റ്റാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എക്സാം എഴുതിയവർക്കെല്ലാം ഇത് നല്ലപോലെ തന്നെ ഒരുവിധം നല്ലപോലെ തന്നെ പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, മനപ്പാടമാക്കുക. പോയിൻറ്റ്സ് മാത്രം ഓർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NDT എന്ന് പറയുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ മൊഡ്യൂൾ 6 ആയിട്ട് വരുന്നത് എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് NDTയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, അതായത് മെറ്റീരിയൽസിൻ്റെ ഡിസ്ട്രക്ഷൻ നടത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പല ഫിസിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് അതിൻ്റെ സ്ട്രെങ്ത്ത്, പെർമിയബിലിറ്റി, മറ്റുള്ള കാര്യങ്ങൾ എന്നെല്ലാം നമുക്ക് എന്താണ് ഡിഫക്റ്റ് ക്രാക്സ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെറ്റീരിയലിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണ് എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ആറാമത്തെ മൊഡ്യൂളിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ECT എന്നാണ് തന്നെ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ECT ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക് വിച്ച് യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ടു ഡിറ്റക്ട് ഡിഫക്ട്സ്. ഡിഫക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലാണ്, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഫ്ലക്സ് ഉണ്ടാകുന്നു. ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു കോറിലേഷൻ കാരണം അവിടെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നു. ആ ഒരു എഡ്ഡി കറണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു എഡ്ഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ECT കണ്ടക്ട് ചെയ്യുന്നത്. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് എഡ്ഡി കറണ്ട് ഈസ് മെഷേർഡ്. അതായത് എന്താണ്, ഈ എഡ്ഡി കറണ്ട്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ക്യാൻ ഡിറ്റക്ട് എനി സ്മാൾ ക്രാക്സ് ഇൻ മിനിമൽ സർഫസ് പ്രിപ്പറേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സർഫസ് പ്രിപ്പറേഷനിലൂടെ തന്നെ വളരെ ചെറിയ ഡിഫക്റ്റ് അല്ലെങ്കിൽ വളരെ ചെറിയ ക്രാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഡ്ഡി കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ പറയാൻ നേരത്ത് നമ്മളൊരു കണക്ഷൻ ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അപ്പാരറ്റസ് നമ്മൾ പഠിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ബോക്സ് പോലത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്റ്റീവ് മെറ്റീരിയൽ, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സ്പെസിമെനാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എന്തുണ്ട്, ഒരു കോയിലുണ്ട്. കോയിൽ നേരെ AC കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ഔട്ട്പുട്ട് നേരെ, അല്ലെങ്കിൽ അവിടെ നിന്നൊരു കണക്ഷൻ നേരെ ഡിസ്പ്ലേയിലേക്ക് പോയിട്ടുണ്ട്. AC സപ്ലൈ കയറുമ്പോഴേക്കും ഈ പടത്തിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. AC സപ്ലൈ കോയിലിലേക്ക് കയറുമ്പോഴേക്കും അവിടെ ഒരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കാണിക്കുന്നത്. രണ്ട് സൈഡായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നു. അവിടെ ഉണ്ടാകുമ്പോഴേക്കും എന്തുണ്ടാകുന്നു, നമ്മുടെ കണ്ടക്റ്റീവ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ്, എഡ്ഡി കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എഡ്ഡി കറണ്ട് ടെസ്റ്റിങ് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്കിംഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ്, ബാക്ക് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻട്രാക്ഷൻ ഓഫ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ചേഞ്ചസ് ദ ഇംപിഡൻസ് വാല്യൂ ഓഫ് ദ കോയിൽ. എന്താണ്, നമുക്കിവിടെ ഒരു കോയിലിലേക്ക് നമ്മൾ AC കൊടുക്കുമ്പോഴേക്കും അവിടെ ഒരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാത്രവുമല്ല ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തിലുണ്ടാവും, നമ്മുടെ ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ വേറെ എന്തുണ്ടാകുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഇൻട്രാക്ഷൻ കാരണം, അതായത് നമ്മുടെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കൂടെ ഇൻട്രാക്ഷൻ കാരണം അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോയിലിൻ്റെ ഇംപെഡൻസ് വാല്യൂവിന് എന്തുണ്ടാകുന്നു, ചേഞ്ച് ഉണ്ടാകുന്നു. ഇഫ് ദ മെറ്റീരിയൽ ഈസ് യൂണിഫോം ദ ഇംപെഡൻസ് വാല്യൂ വിൽ ബി സെയിം അറ്റ് ഓൾ പോർഷൻസ്. എന്താണ്, നമ്മുടെ ഉപയോഗിക്കുന്ന ഈ കണ്ടക്റ്റീവ് മെറ്റീരിയൽ, അതായത് സ്പെസിമെൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂണിഫോം ആണെങ്കിൽ
അവിടുത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാതെ, അല്ലെങ്കിൽ ഏത് പോർഷൻസ് നോക്കിയാലും അതിൻ്റെ ഇമ്പിഡൻസ് വാല്യൂ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതേസമയം ആ മെറ്റീരിയൽ എന്തെങ്കിലും ഡിഫക്റ്റോ ഡിസ്കണ്ടിന്യൂറ്റിയോ ഉണ്ടെങ്കിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഡി കറണ്ട് വിൽ ബി ഓൾട്ടേർഡ്. അതായത് എന്താണ്, അവിടുത്തെ എഡി കറണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ എന്ത് ചെയ്യുന്നു, മാറുന്നു. അതായത് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നു, ചേഞ്ച് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇമ്പിഡൻസ് വാല്യൂം അവിടെ ചേഞ്ച് ചെയ്യുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം പാറ്റേൺ ആകുമ്പോഴേക്കും എന്താണ്, അതിൻ്റെ ആ ഒരു ഇമ്പിഡൻസിൻ്റെ അല്ലെങ്കിൽ ആ ബാക്ക് EMF-ഉം ഇമ്പിഡൻസും എഡി കറണ്ടും ആയിട്ടുള്ള ആ ഒരു കോയിലിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. എഡി കറണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിഫോം പാറ്റേൺ ആണെങ്കിൽ എഡി കറണ്ട് ഡിസ്ട്രിബ്യൂഷന് ഒരു പ്രശ്നവുമില്ല, എല്ലായിടത്തും അതായത് ഏത് പോർഷൻ എടുത്ത് നോക്കിയാലും സെയിം ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം എന്തെങ്കിലും ഡിഫക്റ്റ് പ്രസൻറ്റ് ആണെങ്കിൽ അവിടെ എഡി കറണ്ടിൻ്റെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അവിടെ ഒരു ഓൾട്രേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാക്കാം. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രിൻസിപ്പിൾ ഓഫ് ECT, അതായത് എഡി കറണ്ട് ടെസ്റ്റിംഗ് അതിൻ്റെ എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ് ആസ്പെക്റ്റ് ഓഫ് ECT. അതായത് എന്താണ്, ECTനെ എന്തെല്ലാം ഫിസിക്സ് ആസ്പെക്റ്റ്, അതായത് ഫിസിക്കൽ ഫാക്ടേഴ്സ് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ECTയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് എന്തെല്ലാം. ഒന്നാമത്താണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ വേരിയബിൾ ഇൻ ECTയിലെ ഒരു വേരിയബിളാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴേക്കും ഒരു മെറ്റീരിയലിനെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻ, പിന്നെ എന്താ പറയുക, ഡയമെൻഷൻ, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ കണ്ടക്ടിവിറ്റി ബാധിക്കുന്നൊരു സംഭവമാണ്. കോപ്പറിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഏകദേശം 58 ആണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി വാല്യൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, രണ്ടാമത് വരുന്നത് പെർമിയബിലിറ്റിയാണ്. അത് നമുക്ക് കോപ്പറിൻ്റെ ആ കണ്ടക്ടിവിറ്റി വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല. രണ്ടാമത്തേതാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മളിവിടെ പറയുന്ന മാഗ്നറ്റിക് പെർമിയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കുള്ളത്, B/H = μ0. μ0 എന്ന് പറയുന്ന മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് വാക്കത്തിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയാണ് μ0. B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, H എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സ് പഠിക്കുന്ന കാര്യമാണ്. B/H = m0. അപ്പോൾ ഇവിടെ ഒരു റിലേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു കോയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മെറ്റൽ സർഫസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോയിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എറേസ് ചെയ്യുന്നു. അപ്പോൾ B/H = μ0 × μr എന്ന് എഴുതാൻ പറ്റും. ആണ് μ0 × μr. μr ആണ് നമ്മളെ റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ അഫക്റ്റഡ് ബൈ വേരിയേഷൻസ് ഇൻ കോമ്പോസിഷൻ, ഹാർഡ്നെസ് ആൻഡ് മൈക്രോ സ്ട്രക്ചറൽ കണ്ടീഷൻ ക്യാൻ അഫക്റ്റ് പെർമിയബിലിറ്റി. എന്താണ്, പല വേരിയേഷൻസ് കാരണം പെർമിയബിലിറ്റി മാറാം. അതായത് എന്താണ്, ഹാർഡ്നെസ്, കോമ്പോസിഷനിലുള്ള വേരിയേഷൻ, പിന്നെന്താ മൈക്രോ സ്ട്രക്ചറൽ കണ്ടീഷൻ, അതെല്ലാം എന്ത് ചെയ്യാം, പെർമിയബിലിറ്റിയെ ബാധിക്കാനുള്ള അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സാണ്. അടുത്ത് വരുന്നതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴേക്കും എന്താണ്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴേക്കും റോ കൊണ്ടാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് ഈസ് റിലേറ്റഡ് ടു റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസിൻ്റെ എന്താണ്, ഒരു എത്രത്തോളം റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവിനെയാണ്, അല്ലെങ്കിൽ ഒരു എബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി കൊണ്ട് പറയുന്നത്. നമ്മളൊരു നേരത്തെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് = റെസിസ്റ്റിവിറ്റി × ലെങ്ത് / ക്രോസ് സെക്ഷണൽ ഏരിയ. നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. L/A എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്. നാലാമത് വരുന്നതാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഇൻഡക്ഷൻ ഒക്കേഴ്സ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് അഫക്ട്സ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇൻഡക്ഷൻ ഒക്കർ ചെയ്യുമ്പോഴെന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റിക്ക് ഒരു ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയ്ക്ക് അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു തടസ്സം നേരിടുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസ് രണ്ട് തരത്തിലുണ്ട്, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കോയിലിലൂടെ ഒരു സപ്ലൈ കൊടുത്ത് വിടുമ്പോഴേക്കും ആ കോയിലിൽ തന്നെ വീണ്ടും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. അത് സെൽഫ് ഇൻഡക്റ്റൻസിന് എന്താണ്, അതാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതേസമയം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിലോ, ഒരു കോയിലിലേക്ക് കൊടുക്കുമ്പോഴേക്കും, ഒരു സപ്ലൈ കൊടുക്കുമ്പോഴേക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന, പക്ഷേ കണക്ഷനൊന്നുമില്ലാത്ത, പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോയിലിൽ എന്തുണ്ടാവുന്നു, ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു കറണ്ട് ഇൻഡ്യൂസോ EMF ഇൻഡ്യൂഷനോ
എന്തെങ്കിലും ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഇൻഡക്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ അത് രണ്ടും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അഞ്ചാമത് വരുന്നതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, റിഡക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡക്ഷൻ കാരണം ആ സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ട് ഫ്ലോയുടെ അത്ര കുറവ് അല്ലെങ്കിൽ ആ ഒരു റിഡക്ഷൻ, അതിനാണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ബൈ ലെൻസസ് ലോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ലെൻസസ് ലോ ആണ്. ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് മസ്റ്റ് ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ പ്രൈമറി കറണ്ട്. അതായത് എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ അതല്ലെങ്കിൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നതിന് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വർക്കിംഗ് എഗെയിൻസ്റ്റ് പ്രൈമറി കറണ്ട് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ പ്രൈമറി കറണ്ടിൻ്റെ ഒരു ഫ്ലോയിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിലും പറയാനുള്ളത്. ആറാമത് വരുന്നതാണ് കോയിൽ ഇമ്പിഡൻസ്. കോയിൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോയിലിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോയിൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കോയിൽ ഇമ്പിഡൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ. ഒമേഗ എൽ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയ എക്സ് എൽ ആണ്. ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസും ആണ്. സോ ഇതാണ് ആ ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഹൈപ്പോട്ടന്യൂസിൽ ഇസഡ് വരും, രണ്ട് സൈഡായിട്ട് എക്സ് എല്ലും ആർ എല്ലും. എക്സ് എല്ലിനെയാണ് ഇവിടെ ഒമേഗ ഇൻറ്റു എൽ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇ സി ടി. അതായത് എന്താണ്, എഡി കറണ്ട് ടെസ്റ്റിങ്ങിനെ ബാധിക്കുന്ന ഫിസിക്കൽ ആസ്പെക്റ്റുകൾ 6 ഇതെല്ലാമാണ്. അതായത് നമ്മൾ പറഞ്ഞത് കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി, റെസിസ്റ്റിവിറ്റി, ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കോയിൽ ഇമ്പിഡൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സ് ആസ്പെക്ട്സ് ഓഫ് ഇ സി ടി ആയിട്ട് വരുന്നത്. സോ ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രമാണ്. ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിലിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എഡി കറണ്ട് ടെസ്റ്റിങ്ങിലൂടെ ഒരു കോയിലിൽ ഉണ്ടാകുന്ന ഇമ്പിഡൻസ് ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെറ്റീരിയലിലുള്ള ഡിഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു കോയിലുണ്ടാകുന്ന ഇമ്പിഡൻസ് ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ വൈ ആക്സിലും കൂടെ പ്ലോട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഡയഗ്രമാണ് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡയഗ്രാം. വൈ ആക്സിൽ ഒമേഗ ഇൻറ്റു എൽ ഉണ്ട്, അതായത് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. എക്സ് ആക്സിസിൽ ആർ ഉണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒമേഗ എൽ സീറോ എന്ന് പറയുന്നത് അതിനെ രണ്ടും ഒമേഗ എൽ സീറോയും ആർ സീറോയും കൂടെ തരുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് Z0 ആണ്. ഒമേഗ L1 R1 കൂടെ തരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് Z1 ആണ്. സോ ആ ഒരു രണ്ട് പോയിൻറ്റിനെ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ ഒരു പ്ലെയിനാണ് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രമാണ് നമ്മൾ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. വെൻ ദ കോയിൽ ഈസ് ബോട്ട് ഇൻ ടു ക്ലോസ് പ്രോക്സിമിറ്റി ടു എ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, ദ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ചേഞ്ചസ് ഫ്രം Z0 ടു Z1. Z0 എന്ന് പറയുന്നത് എയറിലുള്ള ഇമ്പിഡൻസ് വാല്യൂ, Z1 എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു കോയിൽ ഫ്രീ ആയിട്ട് നിന്ന് ഇൻഡക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോയിലിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുത്തു വിടുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലിനെ നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ സമയത്തുള്ള ഇമ്പിഡൻസ് ആണ് Z0 എന്ന് കൊടുത്തിരിക്കുന്നത്. Z1 എന്ന് കൊടുത്തിരിക്കുന്നത് ആ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം, അത് ആ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന് ശേഷമുള്ള ഇമ്പിഡൻസ് വാല്യൂവിന് Z1. അപ്പോൾ എന്താണ്, ഒരു കോയിലിനടുത്തേക്ക് ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലിനെ കൊണ്ടുവരുമ്പോഴേക്കും, ഒരു കോയിലിനെ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും എന്തുണ്ടാകുന്നു, അവിടെ ഒരു ഇമ്പിഡൻസ് ചേഞ്ച് ഉണ്ടാകുന്നു. Z0 നിന്ന് Z1 ഒരു ഇമ്പിഡൻസ് ചേഞ്ച് ഉണ്ടാകുന്നു. ആ ഒരു ചേഞ്ചിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡയമെൻഷൻ, കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി, പ്രസൻസ് ഓഫ് ഡിഫക്ട്സ് എക്സെട്ര. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഡയമെൻഷനെ ബാധിച്ചിരിക്കും, ചിലപ്പോൾ കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി, പിന്നെന്താണ് ആ ഒരു മെറ്റീരിയലിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ അതിൻ്റെ പ്രസൻസ്, അതിനെയെല്ലാം എന്ത് ചെയ്യുന്നത് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഡയമെൻഷൻ മാറുന്തോറും ചിലപ്പോൾ ഈ ചേഞ്ച് മാറാം, ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ചേഞ്ച് മാറും. ഓക്കെ, കോയിൽ ഇമ്പിഡൻസ് ഡേറ്റ ക്യാൻ ബി പ്ലോട്ടഡ് ഓൺ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഇൻ ഓർഡർ ടു ഷോ ദ ഇൻഫ്ലുവൻസ് ഓഫ് പാരാമീറ്റേഴ്സ് ലൈക്ക് കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി എക്സെട്ര. അപ്പോൾ കോയിൽ ഇമ്പിഡൻസ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യാം. അതിൻ്റെ ഇമ്പിഡൻസിനെ എങ്ങനെയെല്ലാം കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു
ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലൂടെ കിട്ടുന്നത്. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയുമാണ് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനുള്ളത്. അതായത് ഇംപെഡൻസ് ചേഞ്ച്, ഒരു കോയിലുള്ള ഇംപെഡൻസ് ഒരു കോയിലിൻ്റെ ഇംപെഡൻസിലുണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. എക്സ് ആക്സിൽ റെസിസ്റ്റൻസും വൈ ആക്സിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസുമാണ് നമ്മളവിടെ പ്ലോട്ട് ചെയ്യുന്നത്. അവിടെ എന്താണ് ഈ ചേഞ്ച് ഡയമെൻഷൻ, കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി, ഡിഫക്ട്സിൻ്റെ പ്രസൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെന്താണ് കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി വെച്ചിട്ട് അത് ഇപ്പോൾ ഇംപിഡൻസ് എങ്ങനെ മാറുന്നു, അതിന് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോയിൽ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഫിൽ ഫാക്ടർ. ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത് d²/d², സ്മോൾ d²/D² എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. സ്മോൾ d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് എ സ്പെസിമെൻ, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് എ കോയിൽ. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ ഒരു സോളിനോയിഡിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഫിൽ ഫാക്ടറാണ് സ്മോൾ d²/D² എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഫിൽ ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡയമീറ്റേഴ്സ് ഓഫ് കോയിൽ അല്ലെങ്കിൽ സോളിനോയിഡ് ആൻഡ് സിലിണ്ടറിക്കൽ സ്പെസിമെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് അല്ലെങ്കിൽ കോയിൽ. ഇങ്ങനെ പറയാം നമുക്ക് ഫിൽ ഫാക്ടർ എന്താണെന്ന്. അടുത്ത് നമ്മൾ 2-3 എഫക്റ്റ് പറയുന്നുണ്ട്. അതായത് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ്, എഡ്ജ് എഫക്റ്റ്, എൻഡ് എഫക്റ്റ്, സ്കിൻ എഫക്റ്റ്. ഇങ്ങനൊരു 4 എഫക്റ്റ് ഉണ്ട് നമ്മുടെ ഒരു ECT അല്ലെങ്കിൽ എഡി കറണ്ട് ടെസ്റ്റിംഗ് നടത്തുമ്പോഴേക്കും 4 എഫക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ അത് നമ്മൾ ആദ്യം പറയാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് ആണ്. ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ആൻ ഇൻസ്പെക്ഷൻ കോയിൽ ഈസ് എനർജൈസ്ഡ് ഇൻ എയർ, എ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് വിൽ ഓൾവേസ് ഗീവ് ആൻ ഇൻഡിക്കേഷൻ ഈവൻ ദ സ്പെസിമെൻ ഈസ് ആബ്സെൻറ്റ്. എന്താണ്, ഒരു ഇൻസ്പെക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോയിലിനെ നമ്മൾ എയറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിമെൻ മെറ്റീരിയലിൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എനർജൈസ് ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻഡിക്കേഷൻ തരും. As the coil is moved closer to the conductor, the indication will change, the magnitude will also change. എന്താണ്, നമുക്കിപ്പോൾ ഒരു സ്പെസിമെൻ മെറ്റീരിയൽ നമ്മൾ ആ ഒരു കോയിലിനകത്ത് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നു. അതേസമയം ആ ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ ഇൻഡിക്കേഷനും മാറുന്നു. ദ ചേഞ്ചസ് ഇൻ സ്പേസിംഗ് ബിറ്റ്വീൻ കോയിൽ ആൻഡ് കണ്ടക്ടർ ഈസ് കോൾഡ് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ്. അതെന്താണ്, അപ്പോൾ ഈ കോയിലും കണ്ടക്ടറും തമ്മിലുള്ള ഈ സ്പേസിങ്ങിലുണ്ടാകുന്ന ചേഞ്ചസ്, ആ ഒരു ചേഞ്ചസിനെയാണ് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോയിലും കണ്ടക്ടറും തമ്മിലുള്ള സ്പേസിങ് കുറയുമ്പോഴേക്കും ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, അതായത് ഇൻഡിക്കേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, കൂടുമ്പോഴേക്കും ചേഞ്ച് ഉണ്ടാകുന്നു. ആ ചേഞ്ച്, അത് എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുന്നു, ആ ഒരു ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ എന്തുകൊണ്ടാണ് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്? കാരണം എ സ്മോൾ ചേഞ്ച് ഇൻ സ്പേസിങ് ക്യാൻ മാസ്ക് എനി ഡിഫക്റ്റ് ഇൻഡിക്കേഷൻ റിസൾട്ടിങ് ഫ്രം ദ കണ്ടീഷൻസ് ഓഫ് പ്രൈമറി ഇൻട്രസ്റ്റ്. എന്താണ്, പല ഇൻസ്റ്റൻസിലും ഇത് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിഫക്റ്റ് ഇൻഡിക്കേഷൻ, അതായത് നമ്മളിപ്പോൾ ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്യാനാണല്ലോ നമ്മൾ ഈ ECT ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റ് ഇൻഡിക്കേഷനെ മാസ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമുക്ക് അൺഐഡൻറ്റിഫൈഡ് ആക്കാനായിട്ട് ആർക്ക് പറ്റും, ഈ ലിഫ്റ്റ് ഓഫ് എഫക്റ്റിന് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫക്റ്റ് വളരെ കുറവായിരിക്കും. ഇതൊരു 100% പ്യുവറായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുള്ളൊരു നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയാൻ കാരണം ഇതാണ്. എ സ്മോൾ ചേഞ്ച് ഇൻ സ്പേസിംഗ് ക്യാൻ മാസ്ക് എനി ഡിഫക്റ്റ് ഇൻഡിക്കേഷൻ റിസൾട്ടിങ് ഫ്രം ദ കണ്ടീഷൻ ഓഫ് പ്രൈമറി ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന ടേമാണ് എഡ്ജ് എഫക്റ്റ്. എഡ്ജ് എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അറ്റ് കമ്പോണൻ്റ് എഡ്ജസ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് അല്ലെങ്കിൽ സ്പെസിമെൻ മെറ്റീരിയലിൻ്റെ എഡ്ജസിൽ ദ കറണ്ട് ഫ്ലോ ഈസ് ഡിസ്റ്റോർട്ടഡ് ബിക്കോസ് എഡി കറണ്ട് കാൺ ഫ്ലോ ബിയോണ്ട് ദിസ് എഡ്ജ്. ഈ ഒരു എഡ്ജ് കാരണം എന്താണ്, അവിടെ ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെസിമെൻ മെറ്റീരിയലിൻ്റെ എഡ്ജസിൽ എന്തുണ്ടാകുന്നു, കറണ്ട് ഫ്ലോ ഡിസ്റ്റോർട്ടഡ് ആകുന്നു, അല്ലെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ബിക്കോസ് എഡി കറണ്ട് കാൺ ഫ്ലോ ബിയോണ്ട് ദിസ് എഡ്ജ്. ഈ എഡ്ജിന് ബിയോണ്ട് ആയിട്ട്, അല്ലെങ്കിൽ ഈ എഡ്ജിന് പുറത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഡി കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് എഫക്റ്റ് ഈസ് യൂഷ്വലി വെരി ലാർജ്. Hence inspections are
ഇൻഅഡ്വൈസബിൾ ക്ലോസ് ടു എഡ്ജസ്. എന്താണ് ഈ ഒരു എഡ്ജ് എഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പല ഇൻസ്റ്റൻസിലും പല സിറ്റുവേഷൻസിലും എന്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എഡ്ജസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് എഫക്റ്റ്, എഡ്ഡി കറണ്ട് എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ്, അത് കുറച്ച് ഇതുണ്ട്, ഞാനത് വായിക്കാം. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഇൻസ്പെക്ഷൻ ടു ബി ലിമിറ്റഡ് അറ്റ് ആൻ അപ്രോച്ച് ഓഫ് 3 mm ടു ആൻ എഡ്ജ്. എന്താണ് ആ എഡ്ജിൻ്റെ 3 mm 3 mm ഇപ്പുറം വരെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാമെന്നുള്ളൊരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റിങ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും എഡ്ജ് എഫക്റ്റിൻ്റെ ഒരു എഫക്റ്റാണ്. അതായത് എഡ്ജ് എഫക്റ്റ് കാരണം നമുക്കിവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ എഡ്ജിൻ്റെ 3 mm ഇപ്പുറത്തോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് 3 mm കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഡ്ജിനോട് 3 mm തൊട്ടിപ്പുറം വരെയുള്ള പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു എഫക്റ്റാണ് എൻഡ് എഫക്റ്റ്. എൻഡ് എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റർബൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എഡ്ഡി കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് എഡ്ഡി കറണ്ട് ഡിസ്ട്രിബ്യൂഷനിലൂടെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണ് എന്ത് ചെയ്യുന്നത്, എൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺ ഫോർ സിലിണ്ടറിക്കൽ പാർട്സ് ഇൻസ്പെക്റ്റഡ് വിത്തിൻ ദ സോളിനോയിഡ് കോയിൽസ്. നമ്മൾ നേരത്തെ ഫിൽ ഫാക്ടർ പറഞ്ഞപ്പോഴേക്കും സിലിണ്ടറിക്കൽ സ്പെസിമെൻ നമ്മളൊരു സോളിനോയിഡ് കോയിലിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ എൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിന എപ്പോഴും ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു അപ്പാരറ്റസിലായിരിക്കും. അതായത് ഒരു സോളിനോയിഡിനകത്ത് ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ വയ്ക്കുന്ന ഒരു അപ്പാരറ്റസിലായിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് ഈ ഒരു എൻഡ് എഫക്റ്റ് കാണാൻ പറ്റുന്നത്. ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് കോയിൽ കൺസ്ട്രക്ഷൻ ആൻഡ് uninspected region at the end of the cylindrical part is always unavoidable because the large end effect signals can mask signals originating from the defect near the tube end zone. എന്താണ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് കോയിൽ കൺസ്ട്രക്ഷൻ, സ്പെസിഫിക് കോയിൽ കൺസ്ട്രക്ഷൻ്റെ ബേസിസിൽ ആണ് അൺഇൻസ്പെക്റ്റഡ് റീജിയൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ എൻഡിലുള്ള അൺഇൻസ്പെക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഓൾവേസ് അൺഅവോയ്ഡബിൾ. എന്താണ് നമുക്കൊരിക്കലും ആ ഒരു റീജിയൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദ ലാർജ് എൻഡ് എഫക്ട് സിഗ്നൽസ് ക്യാൻ മാസ്ക് സിഗ്നൽസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഡിഫക്ട്സ് നിയർ ദ ട്യൂബ് എൻഡ് സോൺ. ട്യൂബ് എൻഡ് സോണിനടുത്തുള്ള ഡിഫക്റ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാർജ് എൻഡ് എഫക്റ്റ് സിഗ്നൽസിന് മാസ്ക് ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആർക്ക്, ഈ എൻഡ് എഫക്റ്റ് സിഗ്നൽസിന്. അതായത് ഡിഫക്റ്റിനടുത്ത് നിന്ന് വരുന്ന ഡിഫക്റ്റിനകത്ത് അല്ലെങ്കിൽ ട്യൂബ് എൻഡ് സോണിനടുത്തുള്ള ഡിഫക്റ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ ആരും മാസ്ക് ചെയ്യുന്നു, എൻഡ് എഫക്റ്റിൻ്റെ സിഗ്നൽസ് മാസ്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് സ്കിൻ എഫക്റ്റ് ആണ്. സ്കിൻ എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, എഡ്ഡി കറണ്ട് ആർ മോസ്റ്റ് ഡെൻസ് അറ്റ് ദ കമ്പോണൻറ്റ് സർഫസ് ആൻഡ് ബിനീത്ത് ദ കോയിൽ ആൻഡ് ലെസ് ഡെൻസ് വിത്ത് എ ഇൻക്രീസിങ് ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ്. എന്താണ് ഈ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് നമ്മളെ സർഫസിലും അതായത് നമ്മുടെ മെറ്റീരിയലിൻ്റെ സർഫസിലും കോയിലിൻ്റെ അടിയിലും അതായത് ബിനീത്ത് ദ കോയിലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഡെൻസായിട്ട് നമ്മുടെ എഡ്ഡി കറണ്ട് കാണപ്പെടുന്നത്. അതേസമയം സർഫസിൽ നിന്നും എത്രത്തോളം ദൂരം പോകുന്നു അത്രത്തോളം ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ദ ബിലോ ദ സർഫസ് ബിലോ ദ സർഫസ് ഓഫ് ലാർജ് കമ്പോണൻസ് എഡ്ഡി കറണ്ട് ഫ്ലോ ഈസ് നെഗ്ലിജിബിൾ. അതായത് എന്താണ്, ലാർജ് കമ്പോണൻസിൻ്റെ സർഫസിനടിയിൽ നിന്ന് അതായത് ബിലോ ദ സർഫസിനടിയിൽ നിന്നും ചില ഡിസ്റ്റൻസിലേക്ക് മാറുമ്പോഴേക്കും എഡ്ഡി കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ആ ഒരു ഫിനോമിനനാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 എഫക്റ്റ് എന്ന് പറയുന്നത് ECTയെ ബാധിക്കുന്ന 4 എഫക്റ്റുകളാണ്. ഈ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ECT എന്ത് ചെയ്യുന്നു, ECTയുടെ എഫിഷ്യൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മിക്കുള്ളിടത്തും എന്ത് ചെയ്യുന്നു, ഡിഫക്റ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ എന്ത് ചെയ്യുകയാണ്, മാസ്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണ്, മാസ്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു എഫക്റ്റ് എല്ലാം ECTക്ക് ECTക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ECTയുടെ എഫിഷ്യൻസി കുറയ്ക്കുന്ന ടൈപ്പ് എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്ത് പെനട്രേഷൻ ഇൻ ECTയിലുള്ള ഡെപ്ത് പെനട്രേഷൻ. അതായത് ഡെപ്ത് ഓഫ് പെനട്രേഷൻ എത്രത്തോളമാണ്, അതിൻ്റെ ഡെപ്ത് എത്രയാണ്, അതാണ് ഇതിലൂടെ പറയുന്നത്. ദ ഡെപ്ത് ബിലോ ദ സർഫസ് അറ്റ് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഡ്ഡി കറണ്ട് ഈസ് റെഡ്യൂസ്ഡ് അപ്രോക്സിമേറ്റ് ടു
37% is termed as standard penetration depth. അപ്പോൾ എന്താണ്, ഒരു സർഫസിൽ എന്താണ് എഡ്ഡി കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു സർഫസിൽ നിന്നും എഡ്ഡി കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏകദേശം 37% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡെപ്ത്ത്, ആ ഒരു ഡെപ്ത്ത് ഉണ്ട് ഒരു സർഫസിൽ നിന്നും മാഗ്നിറ്റ്യൂഡ്, അതായത് എഡ്ഡി കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏകദേശം 37% ആയിട്ട് കുറയുന്ന ആ ഒരു ഡെപ്തിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, S=15,900 × √ρ/μr/f. അവിടെ എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്ത് ആണ്, റോ ആണ് ആ റൂട്ടിനകത്ത് എടുക്കുന്നത്. ρ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, μr റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഓക്കെ, when the thickness of the test piece is less than 3 times of the depth, the eddy current will become distorted. എന്താണ്, നമുക്കിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡെപ്ത് കിട്ടും, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്ത് കിട്ടും. ഈ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്തിൻ്റെ 3 മടങ്ങിനേക്കാൾ കുറവാണ് ഒരു ടെസ്റ്റ് പീസിൻ്റെ തിക്നെസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്തിൻ്റെ 3 മടങ്ങിനേക്കാൾ കുറവാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റ് പീസ് സ്പെസിമെൻ്റെ തിക്നെസ് എന്നുണ്ടെങ്കിൽ എഡ്ഡി കറണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്റ്റോർട്ട് ആവുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഈവൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഒരിക്കലും അവിടെ കിട്ടത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ECTയിൽ എടുക്കുന്ന ആ ഒരു ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ ചെയ്യുന്ന നമുക്ക് μrഉം എഫും അതായത് μr അതായത് റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി, ഫ്രീക്വൻസി, പിന്നെ റെസിസ്റ്റിവിറ്റി, അതിൻ്റെ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി, ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്ത് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്തിൻ്റെ 3 മടങ്ങിനേക്കാൾ കുറവാണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, എഡ്ഡി കറണ്ട് ഡിസ്റ്റോർട്ട് ആവുന്നു, നമുക്കൊരു ക്ലിയർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ഡെപ്തിൻ്റെ 3 മടങ്ങിനേക്കാൾ കൂടുതൽ തിക്നെസ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയലിനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മെറ്റീരിയൽ സ്പെസിമെൻ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ആക്സറീസ് ഇൻ ECT. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, AC ജനറേറ്റർ, കോയിൽ സർക്യൂട്ട്, പിൻ ഡിസ്പ്ലേ. നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു സർക്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു AC ജനറേറ്റർ ഉണ്ട്, ഒരു കോയിൽ സർക്യൂട്ട് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ AC ജനറേറ്റർ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഇവിടെ ഡ്രൈവറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്, കോയിലിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, AC ജനറേറ്റർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആക്ട്സ് ആസ് എ ഡ്രൈവർ. അതേസമയം കോയിൽ സർക്യൂട്ട് ആണെങ്കിൽ കോയിൽ സർക്യൂട്ട് ആർ ഡിസൈൻ ടു വർക്ക് ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്പെസിഫിക് കോയിൽസിൻ്റെ ലിമിറ്റഡ് റേഞ്ചിൽ വർക്ക് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സർക്യൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, കോയിൽ സർക്യൂട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതേസമയം ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ LED ഉണ്ട് വിത്ത് മൾട്ടി ഫ്രീക്വൻസി റെപ്രസെൻറ്റേഷൻ ഫോർ മൾട്ടി കളേർഡ് സ്ക്രീൻ. മൾട്ടി കളേർഡ് സ്ക്രീനിൽ മൾട്ടി ഫ്രീക്വൻസി റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ പറ്റുന്ന LED അല്ലെങ്കിൽ LED ടൈപ്പ് ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇത് 3ആണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, മൂന്നാമത്തത് മൾട്ടി ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്. സോ ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് ഡിറ്റക്ടേഴ്സ്, തിക്നെസ് ഗേജസ്, പിന്നെ കണ്ടക്ടിവിറ്റി മീറ്റേഴ്സ്, അതൊക്കെയാണ് ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നത്. ദീസ് ആർ ഡിസൈൻ ടു പെർഫോം സ്പെസിഫിക് ഓപ്പറേഷൻ ഓൺ വിത്ത് മച്ച് എഫിഷ്യൻസി. കൂടുതൽ എഫിഷ്യൻസിയോടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻ മാത്രം ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അത് നമുക്ക് ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഡെഡിക്കേറ്റഡ് ഫോർ എ സ്പെസിഫിക് ഓപ്പറേഷൻ വിത്ത് മച്ച് എഫിഷ്യൻസി അതിന് കൂടുതലായിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻ അതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ്. അതായത് സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ പെർഫോം എ വെറൈറ്റി ഓഫ് എഡ്ഡി കറണ്ട് ആപ്ലിക്കേഷൻ. എഡ്ഡി കറണ്ട് ആപ്ലിക്കേഷൻ്റെ പല വെറൈറ്റീസും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ പർപ്പസ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് പറയുന്നത്, ഈ സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനൊരു സ്പെസിഫിക് ഓപ്പറേഷൻ മാത്രമല്ല പെർഫോം ചെയ്യാൻ കഴിയുന്നത്. ഡിസ്പ്ലേസ് എ കണ്ടീഷൻ ഓഫ് ദ മെറ്റീരിയൽ ഇൻ എ ക്യാരക്ടറിസ്റ്റിക്സ് മാനർ, ഷോസ് എ വേരിയേഷൻ ഓഫ് ഇൻ ഇൻഡക്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് ഡ്യൂറിങ് ടെസ്റ്റിംഗ്. എന്താണ് ഇത് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വളരെ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള മാനറിൽ എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിൻ്റെ കണ്ടീഷൻ എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്നു. മാത്രവുമല്ല ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് റിയാക്റ്റൻസ് അല്ല, അവിടെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇൻഡക്റ്റൻസ്, റിയാക്റ്റൻസ്, റെസിസ്റ്റൻസ്, ഈ ഒരു കാര്യങ്ങളെല്ലാം എത്രത്തോളം
അതിലുണ്ടാകുന്ന വേരിയേഷൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഫ്രീക്വൻസി, റെസിസ്റ്റിവിറ്റി, ഡോട്ട് പൊസിഷൻ, റൊട്ടേഷൻ ഓഫ് ഫേസ്, ഫിൽട്ടർ ആൻഡ് ഗേറ്റ്സ്. ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഫ്രീക്വൻസി, അതായത് നമ്മൾ ഫ്രീക്വൻസി, സെൻസിറ്റിവിറ്റി, ഡോട്ട് പൊസിഷൻ, റൊട്ടേഷൻ ഓഫ് ഫേസിൻ്റെ റൊട്ടേഷൻ, പിന്നെ ഫിൽറ്റേഴ്സ് ആൻഡ് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമത് വരുന്നതാണ് മൾട്ടി ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റ്. അതായത് എന്താണ്? മറ്റുള്ള 2 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസഡ്വാൻറ്റേജിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻ്റാണ് മൾട്ടി ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് പ്ലെയിൻ ഇൻസ്ട്രുമെൻ്റ് ആകുമ്പോഴേക്കും എന്താണ്, ജനറൽ പർപ്പസ് മെഷീൻ ആണെങ്കിൽ പോലും ഒരു ഫ്രീക്വൻസി, ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വർക്ക് ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് മൾട്ടി ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോഴേക്കും മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് മൾട്ടി ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ് ദ ആക്ടിവിറ്റി ഓഫ് ദ ടെസ്റ്റ് അറ്റ് ഈച്ച് ഫ്രീക്വൻസി സെപ്പറേറ്റ്ലി. ഓരോ ഫ്രീക്വൻസിയിലും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫ്രീക്വൻസിയിലും എത്രത്തോളമാണ് ആക്ടിവിറ്റി, എത്രത്തോളമാണ് ടെസ്റ്റ് എത്രത്തോളം നടന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓഫ് ടെസ്റ്റ് എത്രത്തോളമാണെന്ന് അത് കാണിച്ചു തരുന്നു. ആൻഡ് ക്യാൻ ഷോ മിക്സഡ് ഔട്ട്പുട്ട് ഓഫ് സിഗ്നൽസിൻ്റെ മിക്സഡ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. അതായത് ഇപ്പോൾ പല ഫ്രീക്വൻസിയുടെ പല ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കാണിച്ചിരുന്നത്. സെപ്പറേറ്റ് ആയിട്ടും ഔട്ട്പുട്ട് കാണിച്ചു തരുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? മിക്സഡ് ഔട്ട്പുട്ടും നമുക്ക് തരുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? സപ്രസ് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി വേരിയബിൾസിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും. പാറ്റേൺ റെക്കഗ്നീഷനിലൂടെ, അതായത് സിഗ്നൽസിൻ്റെ പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സൈമിൾട്ടേനിയസ് ഓപ്പറേഷൻ ഓഫ് അബ്സല്യൂട്ട് ആൻഡ് ഡിഫറൻഷ്യൽ മോഡ്. അബ്സല്യൂട്ടും ഡിഫറൻഷ്യൽ മോഡിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന അബ്സല്യൂട്ട് ഡിഫറൻഷ്യൽ മോഡ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി അടുത്ത പാർട്ടിൽ നോക്കാൻ പോകുന്നത്.